നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുന്നറിയിപ്പുകൾ അവഗണിച്ചു. അബുദാബിയിൽ ബർഗർ റെസ്റ്റോറന്റ് അടച്ചുപൂട്ടാൻ ഉത്തരവ്. ഹജ്ജ് സേവന വിസ കാലാവധി ഇനി 160 ദിവസം. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ അറബ് വനിത എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് റയാന ബർനാവിക്ക്. മെഡിക്കൽ കോഡിംഗ് ബില്ലിംഗ് പുതിയ കോഴ്സിന് ഗൾഫ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ ഗാന്ധി ജയന്തി ആഘോഷം. സേവനത്തിന്റെ 10 വർഷങ്ങൾ പ്രവാസി വെൽഫെയറിന് ആദരവ്. ഒപെക് പ്ലസിനെ പ്രശംസിച്ച് UAE മന്ത്രി. മുന്നറിയിപ്പുകൾ അവഗണിച്ചു. അബുദാബിയിൽ ബർഗർ റെസ്റ്റോറന്റ് അടച്ചുപൂട്ടാൻ ഉത്തരവ്. ആരോഗ്യ സുരക്ഷാ ലംഘനങ്ങളെക്കുറിച്ച് ഒന്നിലധികം മുന്നറിയിപ്പുകൾ നൽകിയിട്ടും നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്ന് നഗരത്തിലെ ഒരു ബർഗർ റെസ്റ്റോറന്റ് അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടു. അൽഡ്രീം ഐലൻഡിൽ സ്ഥിതി ചെയ്യുന്ന ഹിറ്റ് ബർഗർ കഫ്റ്റീരിയയ്ക്ക് അബുദാബി അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് സേഫ്റ്റി അതോറിറ്റി അഡ്മിനിസ്ട്രേറ്റീവ് ആണ് ക്ലോഷർ നോട്ടീസ് നൽകിയത്. ഭക്ഷ്യസുരക്ഷ, പൊതുജനാരോഗ്യത്തിന് ഭീഷണി എന്നീ നിയമലംഘനങ്ങളാണ് റെസ്റ്റോറന്റ് ഉടമ നടത്തിയത്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, അബുദാബി. ഹജ്ജ് സേവന വിസ കാലാവധി ഇനി 160 ദിവസം. ഹജ്ജ് സേവനങ്ങൾക്കുള്ള താൽക്കാലിക സേവന വിസ കാലാവധി 160 ദിവസമാക്കി സൗദി വർദ്ധിപ്പിച്ചു. നേരത്തെ 90 ദിവസമായിരുന്നു. ഹജ്ജ് തീർത്ഥാടകർക്ക് ആവശ്യമായ സേവനം ചെയ്യാൻ എത്തുന്നവരെയാണ് ഈ വിസയിൽ കൊണ്ടുവരിക. മുന്നൊരുക്കത്തിന് ഫെബ്രുവരി 14 എത്തുന്ന ഇവർക്ക് ജൂലൈ 25 വരെ സൗദിയിൽ തുടരാം. സീസണൽ സേവന വിസ എന്നറിയപ്പെട്ടിരുന്ന സേവന വിസയുടെ പേര് ഹജ്ജ് ഉംറ സേവനങ്ങൾക്കുള്ള താൽക്കാലിക വർക്ക് വിസ എന്നാക്കി പുനർനാമകരണം ചെയ്തു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, മക്ക. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ അറബ് വനിത എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് റയാന ബർനാവിക്ക്. സൗദി ബഹിരാകാശ സഞ്ചാരി റയാന ബർനാവിക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ്. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ അറബ് വനിത എന്ന അംഗീകാരമാണ് അവർക്ക് ലഭിച്ചത്. 8 ദിവസം നീണ്ടുനിന്ന ബഹിരാകാശ യാത്രാ ദൗത്യത്തിനിടെ രോഗപ്രതിരോധ കോശങ്ങളുടെ പ്രതികരണവും ജൈവ പ്രക്രിയകളാൽ മൈക്രോഗ്രാവിറ്റിയുടെ സ്വാധീനവും പഠിക്കുന്നതുൾപ്പെടെ നിരവധി ശാസ്ത്രീയ പരീക്ഷണങ്ങൾ ബർനാവി നടത്തി. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, റിയാദ്. മെഡിക്കൽ കോഡിംഗ് ബില്ലിംഗ് പുതിയ കോഴ്സിന് ഗൾഫ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. ആരോഗ്യ മേഖലയിലെ വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകി അമേരിക്കൻ അക്കാദമി ഓഫ് പ്രൊഫഷണൽ കോഡേഴ്സുമായി ചേർന്ന് മെഡിക്കൽ കോഡിംഗിലും ബില്ലിംഗിലും പുതിയ കോഴ്സ് തുടങ്ങുമെന്നും ഗൾഫ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി പ്രഖ്യാപിച്ചു. തുമ്പെ ഹെൽത്ത് കെയർ സംഘടിപ്പിച്ച ഇൻഷുറൻസ് മീറ്റിലാണ് പ്രഖ്യാപനം. അടുത്ത വർഷത്തോടെ രാജ്യം മുഴുവൻ ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ പഠനശാഖ തുടങ്ങുന്നത്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദുബായ്. ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ ഗാന്ധി ജയന്തി ആഘോഷം. ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ ഗാന്ധി ജയന്തി ആഘോഷിച്ചു. പ്രസിഡന്റ് നിസാർ തളങ്കരയുടെ നേതൃത്വത്തിൽ ഗാന്ധിജിയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. ജനറൽ സെക്രട്ടറി P. ശ്രീപ്രകാശ്, ട്രഷറർ ഷാജി ജോൺ, വൈസ് പ്രസിഡന്റ് പ്രദീപ് നെന്മാറ, K. താലിബ്, പ്രഭാകരൻ പയ്യന്നൂർ, മുരളീധരൻ ഇടവന, യൂസഫ് സഗീർ, മാത്യു മണപ്പാറ, ഷാർജ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ പ്രമോദ് മഹാജൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ഷാർജ. സേവനത്തിന്റെ 10 വർഷങ്ങൾ പ്രവാസി വെൽഫെയറിന് ആദരവ്. പ്രവാസി വെൽഫെയറിന്റെ ജനസേവന പ്രവർത്തനങ്ങൾക്ക് കിങ് ഫഹദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന് അനുമോദനവും ആദരവും. പ്രവാസി റീജിയണൽ ജനസേവന കൺവീനർ ജംഷാദ് അലി കണ്ണൂർ, പ്രസിഡന്റ് അബ്ദുറഹീം തിരൂർക്കാട് എന്നിവർ ചേർന്ന് അനുമോദന പത്രം ഏറ്റുവാങ്ങി. കഴിഞ്ഞ 10 വർഷം തുടർച്ചയായി പ്രവാസി വെൽഫെയർ നടത്തിയ ജനസേവന പ്രവർത്തനമായ രക്തദാന മെഡിക്കൽ പ്രവർത്തനങ്ങൾക്കാണ് ആദരവ്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദമ്മാം. ഒപെക് പ്ലസിനെ പ്രശംസിച്ച് UAE മന്ത്രി. ആഗോള എണ്ണ വിപണി സന്തുലിതമാക്കുക എന്ന മഹത്തായ പ്രവർത്തനമാണ് ഒപെക് പ്ലസ് ചെയ്തതെന്ന് UAE മന്ത്രി സുഹൈൽ അൽ മസ്രൂയി. മധ്യപൂർവ്വ ദേശത്തെ പിരിമുറുക്കങ്ങൾക്കിടയിൽ എണ്ണ വിപണിയിലെ ആശങ്കകൾക്കിടെയാണ് ഇക്കാര്യം പറഞ്ഞത്. ഇസ്രായേലിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതിനെ തുടർന്ന് എണ്ണവില 3% ഉയർന്ന പശ്ചാത്തലത്തിലായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ഫുജൈറ. ഇനി ഇന്നത്തെ ഗൾഫ് രാജ്യത്തെ കറൻസിയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കുകൾ.
ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.